സാംസ്കാരിക ഇടനാഴി പ്രാവർത്തികമായില്ല. രാമനിലയം മുതൽ സംഗീത നാടക അക്കാദമി വരെയുള്ള റോഡ് തകർന്നു തന്നെ. ദുരിതയാത്രയിൽ പൊറുതിമുട്ടി യാത്രക്കാർ. സാംസ്കാരിക നഗരം എന്ന് പേരുകേട്ട തൃശൂരിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന പാലസ് റോഡിന്റെ അവസ്ഥയാണിത്. രാമനിലയം, റീജിയണൽ തിയേറ്റർ, സംഗീത നാടക അക്കാദമി തുടങ്ങി പല പ്രശസ്ത കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ട് അധിക നാളൊന്നുമായിട്ടില്ല. എന്നാൽ ഇന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്ര വളരെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് ഈ റോഡുള്ളത്. ലക്ഷങ്ങൾ മുടക്കി കട്ട വിരിച്ചും മറ്റും പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും റോഡ് തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് മേഖലയിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. മന്ത്രിമാരും VIP-കളും പോണ റോഡുണ്ട്. ഈ റോഡ് ഇത് കണ്ടില്ല, ഇതിൻ്റെ കോല ഇത് പണിതിട്ട് കുറച്ച് നാളായുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഞങ്ങളപ്പോൾ ഓട്ടോറിക്ഷക്കാർ ഒരു ചാലല്ല എത്രയോ ചാല് ടൗണിൽ ഓടിക്കുന്നത്. ഇതിങ്ങനെ കിടക്കണ കണ്ടില്ലേ, അതൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഇത് ജനങ്ങൾ നമ്മളനുഭവിക്കുക. സ്ഥിരമായി മന്ത്രിമാർ ഉൾപ്പെടെ VIP പരിഗണനയിലുള്ളവർ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. എന്നിരുന്നാലും ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് അവസ്ഥ. റോഡിന് നടുക്ക് രൂപപ്പെട്ട കുഴിയിൽ വാഹനങ്ങൾ ചാടി അപകടത്തിൽപ്പെടാതിരിക്കാൻ റോഡിന് നടുക്ക് അപായ സൂചന നൽകാൻ താൽക്കാലിക ഡിവൈഡർ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മേഖല റെഡ് സോൺ ആണെന്നും മറ്റും പറഞ്ഞ് മേഖലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി കഴിഞ്ഞ ദിവസവും ഇവിടെ ഉണ്ടായി. എന്നാൽ റെഡ് സോണിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് മാത്രം ഇതുവരെയും ഒരു നടപടിയും ആയിട്ടുമില്ല. ഈ ഭാഗം സാംസ്കാരിക ഇടനാഴി എന്ന പേരിൽ പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതൊന്നും പ്രാവർത്തികമായില്ല. റെഡ് സോണിലെ റോഡുകൾ വളരെ മികച്ചതായിരിക്കണമെന്നിരിക്കെ ഈ റെഡ് സോണിലെ റോഡിലെ കുഴികളിൽ വീണും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ മൂലം എത്ര പേരുടെ ചോര ഇവിടെ വീഴുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ACV ന്യൂസ്, തൃശൂർ.